ഇറാന് മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആണവ വികിരണം ഉണ്ടായാൽ അത് ഗൾഫ് രാജ്യങ്ങളെയും ബാധിക്കും. റേഡിയേഷന് അതിർത്തികളൊന്നും അറിയില്ലല്ലോ. നമ്മൾ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ലോകം തന്നെ ബാക്കി ഉണ്ടാകുമോ ആവോ. നാളെ യുദ്ധം അവസാനിച്ചു എന്ന് കരുതുക, ഹോർമൂസ് കടലിടുക്ക് തുറന്നു എന്നും കരുതുക. സ്ഥിതിഗതികൾ പഴയ പോലെ ആവാൻ എത്ര നാളെടുക്കുമെന്ന് കരുതുന്നുണ്ട്? യുദ്ധം തീർന്നാലും ഹോർമൂസ് തുറന്നാലും ഇതുവരെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ പരിഹരിക്കപ്പെടാനും സപ്ലൈ ചെയിൻ പൂർവ്വസ്ഥിതിയിലാവാനും വർഷങ്ങളെടുക്കും. ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന സാധനത്തെ പറ്റി ഇവിടെ ആർക്കും പിടിയില്ലെന്ന് തോന്നുന്നുണ്ട്. ഗ്യാസ് കിട്ടാതെ വന്നപ്പോഴാണ് LPG എന്ന സാധനം ഇത്ര ദൂരെ നിന്ന് കപ്പലിൽ കയറി വരുന്നതാണെന്ന് അത്യാവശ്യം ആൾക്കാർക്ക് ധാരണയുണ്ടായത്. ഇപ്പോൾ അലുമിനിയം ഉൽപാദനത്തെയും ബാധിച്ചിട്ടുണ്ട്. ഇറാനിലെ ഫാക്ടറികളിൽ അമേരിക്കയും ഇസ്രായേലും, ബഹ്റൈനിലെ അലുമിനിയം ഫാക്ടറികളിൽ ഇറാനും ബോംബിട്ട് തകർത്തിട്ടുണ്ട്. ഏതാണ്ട് 30% അലുമിനിയം ലോകത്തിലെ തന്നെ ബഹ്റൈനിൽ നിന്നാണ് വരുന്നത്. അത് തൽക്കാലം നിന്നു. അതുപോലെ രാസവളം തടസ്സപ്പെട്ടാൽ ഇന്ത്യയിൽ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിലെ മൊത്തം കൃഷി പ്രതിസന്ധിയിലാവും. ജൈവവളമിട്ടാലൊന്നും ഈ കണ്ട ജനങ്ങൾക്ക് തിന്നാനുള്ള ധാന്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. മലിനീകരണത്തിന്റെ കാര്യമെടുത്താലും ഇവിടെ ഭൂമിയെ രക്ഷിക്കാനായി പ്ലാസ്റ്റിക് കപ്പുകളും പ്ലാസ്റ്റിക്കുകളും ഉപേക്ഷിക്കുകയും മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുകയുമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. തൽക്കാലം തൂത്താലും മായ്ച്ചാലും പോകാത്ത കൊടും രാസവസ്തുക്കൾ അന്തരീക്ഷത്തിലും വെള്ളത്തിലും കലർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ടെഹ്റാനിലെ എണ്ണ സംരക്ഷണശാലകൾ കത്തിയെരിഞ്ഞപ്പോഴുണ്ടായ രാസവസ്തുക്കൾ ബെൻസീൻ അടക്കം അധികം വൈകാതെ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും വരെ എത്തുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എത്തട്ടെ. ഇതിനിടയിൽ അധികമൊന്നും ഇവിടെ ആരും അറിയാതെ പോകുന്നത് ലെബനോണിൽ നടക്കുന്ന ക്രൂരമായ ആക്രമണങ്ങളാണ്. വൈറ്റ് ഫോസ്ഫറസ് എന്ന മാരകമായ രാസവസ്തുവാണ് ലെബനോണിൽ ഇസ്രായേൽ വിതറിക്കൊണ്ടിരിക്കുന്നത്. ഒരു നേരിയ അംശം പോലും ശരീരത്തിൽ സ്പർശിച്ചാൽ ആളി കത്തുന്ന സാധനമാണിത്. അങ്ങേറ്റം മാരകമായ രാസവസ്തുക്കളാണ് ഓരോ ബോംബിലൂടെയും അന്തരീക്ഷത്തിലും വെള്ളത്തിലും കലർന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, തൊട്ടപ്പുറത്ത് കിടക്കുന്ന അറബികൾ പോലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ നമ്മുടെ നാട്ടുകാർ അല്ലേ? ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്കും പറയാം.